ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് ഫിറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് 2 പ്രോജക്റ്റും ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങൾ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു ഫോണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ അവിടെ നിന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം വ്യൂ ഓൾ ഫോൺസ് സെലക്ട് ചെയ്യുക. ശേഷം ലെഫ്റ്റിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ഫോൺസ് എന്നുള്ള സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോണ്ട് ആഡ് ആവുന്നതായിരിക്കും. ശേഷം ഇവിടുന്ന് ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫോണ്ട് ആഡായത് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫോണ്ട് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇതിനകത്തോട്ട് ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി 4 സെക്കൻഡിലും 11 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് ഒരു 3ത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന അടുത്ത ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് ഒരു 3ത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് കോപ്പി ഫിറ്റ് ഇടുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. 4 സെക്കൻഡിലും 11 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷെ അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെ ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ അവസാനം വരെ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം അവിടുന്ന് രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് കോപ്പി ഫിറ്റ് ഇടുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തിടുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷേ അതിൻ്റെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. പക്ഷേ അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. പക്ഷേ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് കൊടുക്കുക. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. അവസാനം വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഇട്ട് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ വെച്ചുകൊണ്ട് 2 ലെയർ ഇവിടുന്ന് കോപ്പി എടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ വെച്ചുകൊണ്ട് 2 ലെയർ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം.
സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.